അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഒരു സൺഡേ സ്പെഷ്യൽ ബിരിയാണി റൈസ് റെഡിയാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വെള്ളം വെച്ചു, അതിന് നാരങ്ങ പിഴിഞ്ഞ് വെച്ചു കൊടുത്തതിന് ശേഷം അരിയിട്ടു. അത് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ദമ്മിടുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചിക്കൻ മസാലയാക്കുന്നുണ്ട്, ബീഫ് മസാലയാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വിപുലമായിട്ട് ഞാൻ ബിരിയാണി കാണിക്കുന്നുണ്ടെങ്കിലും വിപുലമായിട്ട് റൈസിൻ്റെ ഞാൻ പ്രിപ്പയർഡ് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പലരും ചോദിച്ചതുകൊണ്ട് ഈ ബിരിയാണി റൈസ് ആക്കുന്നത്, നമ്മൾ ദമ്മിടുന്നതാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ നമ്മൾ അതിന് സവോള വറുത്ത് കോരുന്നുണ്ട്. പിന്നെ ഒരുപാടൊന്നും ഇവിടെ വറുത്ത് ചേർക്കുന്നതൊന്നും ഇക്കാക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം കളറോ അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. വളരെ കുറച്ച് ഐറ്റങ്ങൾ മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളൂ. ഇക്കാക്ക് അത് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബ്ലോഗിൽ ഇത് റൈസ് കുക്ക് ചെയ്ത് പാചകപ്പെടുത്തി എടുക്കുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നമ്മുടെ 500 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ സെക്കൻഡ് പാർട്ട് നമ്മുടെ 1 ഡേയ്സ് ഗിവ് അവേയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ നറുക്കെടുപ്പ് ഉടനെ നടക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും താല്പര്യമുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ, പങ്കെടുക്കൂ. അതിഗംഭീരമായൊരു നറുക്കെടുപ്പിലൂടെയായിരിക്കും 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മുടെ വലിയ ഗിവ് അവേ ആളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾ കഴിയുന്നത് കുറച്ച് പേരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബിരിയാണി ദം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ഒരു സ്റ്റൈലിലുള്ള ബിരിയാണി ആട്ടോ. നിങ്ങളെ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചിക്കൻ മസാലയുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ബീഫ് തയ്യാറാക്കുന്നുണ്ട്. കാരണം ഇവിടെ ബീഫാണ് കൂടുതൽ താല്പര്യം. വരട്ടിയെടുക്കുന്നുണ്ട്, മസാലയാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഗിവ് അവേയുടെ കാര്യമാണ്. അപ്പോൾ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവരെല്ലാവരും പങ്കെടുക്കുക. അതിൻ്റെ സമ്മാനങ്ങൾ, ആ വിജയിക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളുടെ ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ, താല്പര്യമുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബീഫ് കൂടി തയ്യാറാക്കിയതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ല ലോങ് വീഡിയോയുമായിട്ട് ഞാൻ വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും ഞാനൊരു ഡിലേ വന്നു പോയി. അത് പല തിരക്കുകളും നമ്മൾക്ക് പെട്ടെന്ന് ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഡിലേ വന്നേക്കണം. ഇത് സൺഡേ സ്പെഷ്യൽ എടുത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഒരുപാട് പ്രാവശ്യം ബിരിയാണി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വിപുലമായിട്ട് ബിരിയാണി കാണിക്കാതെ റൈസ് എങ്ങനെയാണ് ദമ്മിടുന്നത്, എൻ്റെ ഒരു സ്റ്റൈലിലിടുന്നതാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ച് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വീഡിയോ കാണുക, സ്ലിപ്പ് ചെയ്യാതെ കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിലുള്ള സമ്മാനങ്ങൾ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ടൈം നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ബീഫ് വരട്ടണതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് ആസ്വദിക്കൂ.